1984 ഡിസംബർ 22 ഇംഗ്ലണ്ടിലെ സസെക്സ് കൺട്രിയിലുള്ള ഒരു ഫാമിലെ 133 നമ്പറുള്ള പശുവിന് തലവിറയിൽ അനുഭവപ്പെടുകയും ശരീര ഏകോപനം നഷ്ടപ്പെടുകയും ചെയ്തു. ഏതാനും മാസങ്ങൾക്ക് ശേഷം 1985 ഫെബ്രുവരി 11 അത് മരിക്കുകയും മറ്റു പശുക്കൾക്ക് സമാനമായ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയും ചെയ്തു. എന്നാൽ ആ വർഷം സെപ്റ്റംബർ ആയപ്പോഴാണ് ഒരു ഗവൺമെൻറ് പാത്തോളജിസ്റ്റിന് 133 നമ്പർ പശുവിന് സ്പോഞ്ചിഫോം എൻസിഫാലോപ്പതി മൂലമാണ് മരിച്ചതെന്ന് കണ്ടെത്തിയത്. പിന്നീട് ഈ അസുഖം മാഡ് കൗ ഡിസീസ് എന്ന പേരിൽ അറിയപ്പെട്ടു. സ്പോഞ്ചിഫോം എൻസിഫാലോപ്പതി അഡ്വൈസറി കമ്മിറ്റിയിലെ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ പ്രകാരം പശുക്കളിലെ രോഗവും മനുഷ്യരിൽ സമാനമായ രോഗവും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ വർഷങ്ങളെടുക്കുമെന്നാണ്. ഈ രോഗം തടയാൻ ഗവൺമെൻറ് നിരവധി ശ്രമങ്ങൾ ആരംഭിച്ചു. അവർ ബീഫ് കയറ്റുമതി നിരോധിക്കുന്നത് മുതൽ 4 ദശലക്ഷത്തിലധികം പശുക്കളെ കൊല്ലുകയും രക്തദാനം നിരോധിക്കുകയും ചെയ്തു. 1000 മുതൽ 10,000 കണക്കിന് മനുഷ്യർ ഈ രോഗത്താൽ മരിക്കുമെന്ന് കണക്കാക്കിയിരുന്നെങ്കിലും ലോകമെമ്പാടും 231 മനുഷ്യമരണങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഭൂരിഭാഗം മരണനിരക്കും UK-യിലാണുള്ളത്. എന്നാൽ 2013 ഒരു പഠനം പ്രകാരം ഗവേഷകർ 32,000-ലധികം ബ്രിട്ടീഷുകാരുടെ അപ്പൻഡിക്സ് പരിശോധിച്ചു. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് അറിയാൻ സാധിച്ചത് UK-യിലെ 2000-ൽ ഒരാൾ രോഗത്തിന് കാരണമാകുന്ന അബ്നോർമൽ പ്രോട്ടീൻ വഹിക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ ഇവർക്കൊരു രോഗലക്ഷണങ്ങളുമില്ല. ഏകദേശം 31,000 ആളുകൾ ഇപ്പോഴും ഈ രോഗത്തിൻ്റെ കാരിയേഴ്സ് ആയതിനാൽ ഇത് പകരുന്നത് ഒഴിവാക്കാൻ രക്തദാന നിരോധനം പോലുള്ള പ്രതിരോധ നടപടികൾ ഇപ്പോഴും നിലവിലുണ്ട്. നിങ്ങൾ 1980 മുതൽ 1996 വരെ UK-യിൽ 3 മാസത്തിൽ കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തദാനം ചെയ്യാൻ കഴിയില്ല. പക്ഷേ പകർച്ചവ്യാധി രൂക്ഷമാകുമ്പോൾ രക്തദൗർലഭ്യം വളരെ രൂക്ഷമാണ്. ആശുപത്രികളിൽ ആവശ്യത്തിന് രക്തം കയ്യിൽ കിട്ടാൻ പാടുപെടുകയാണ്. 90-കൾ മുതൽ പുതിയ രക്തപരിശോധനകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. രക്തദാനത്തിൽ പൊതുവായ മുൻകരുതലുകളും പുരോഗമിച്ചു. BC മനുഷ്യരിലേക്ക് പകരുമ്പോൾ അതിനെ വേരിയൻ ക്രൂഡ്സ്ഫീൽഡ് ജേക്കബ് ഡിസീസ് അല്ലെങ്കിൽ CJD എന്നാണ് വിളിക്കുന്നത്. CJDയുടെ 4 പ്രധാന തരങ്ങളിൽ ഒന്നാണിത്. വേരിയൻ CJDക്ക് പുറമെ സ്പൊറാഡിക് CJD എന്ന രോഗവും കാണപ്പെട്ടിരുന്നു. എന്നാൽ ഇതുണ്ടാകാനുള്ള കാരണം ഇപ്പോഴും അജ്ഞാതമാണ്. ഓരോ ദശലക്ഷത്തിലും 1 അല്ലെങ്കിൽ 2 ആളുകളെ ഈ രോഗം ബാധിക്കുന്നു. പാരമ്പര്യമായും ഒരാൾക്ക് ഈ അബ്നോർമൽ പ്രോട്ടീൻ അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ലഭിച്ചേക്കാം. 1955-നും 1958-നും ഇടയിൽ ഒരു അസാധാരണ സംഭവം ഉണ്ടായി. മരിച്ച ഡോണറിൽ നിന്ന് ശേഖരിച്ച ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ആയിരക്കണക്കിന് കുട്ടികളിൽ കുത്തിവെക്കാൻ ഇടയായി. എന്നാൽ ഈ ഡോണറിൽ ഒരു പറ്റം ആളുകൾ CJD ബാധിതരായിരുന്നുവെന്ന് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത്. CJD മൊത്തത്തിൽ വളരെ അപൂർവമാണെങ്കിലും വളരെ മാരകമായ ഒരവസ്ഥയാണിത്. തലച്ചോറിലെ അബ്നോർമലായിട്ടുള്ള ഇൻഫെക്ഷ്യസ് പ്രോട്ടീൻ മൂലമാണിത് സംഭവിക്കുന്നത്. ഇവയെ പ്രയോൺ എന്ന് വിളിക്കുന്നു. പ്രയോണുകൾ തെറ്റായ ഫോൾഡ് ചെയ്ത് പ്രോട്ടീനുകളാണ്. അവയുടെ തെറ്റായ ഫോൾഡ് ആകൃതി അതേ പ്രോട്ടീൻ്റെ സാധാരണ വകഭേദങ്ങളിലേക്ക് കൈമാറുകയും അവയുടെ അനുരൂപത്തെ മാറ്റാൻ പ്രേരിപ്പിക്കുകയും രോഗം പടർത്തുകയും പുതിയ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. രോഗികൾക്കിടയിൽ ഇത് പുതുമയേറിയ ഒരു റിയാക്ഷനാണ്. പ്രയോണുകളെ കണ്ടെത്തുന്നതിന് മുമ്പ് ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള പാന്തോജനുകളിൽ ന്യൂക്ലിയോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവയ്ക്ക് DNA അല്ലെങ്കിൽ RNA പോലുള്ളവയെ റീപ്രൊഡ്യൂസ് ചെയ്യാനാവുകയുള്ളൂ എന്നാണ്. എന്നാൽ പ്രയോണുകളുടെ കണ്ടുപിടുത്തം ഒരു പുതിയ രോഗ സംവിധാനത്തിലേക്കാണ് നമ്മുടെ കണ്ണുകൾ തുറന്നു തന്നത്. വിനാശകരമായ ഒന്നായിരുന്നു അത്. അവരുടെ മിസ്ഫോൾഡിങ്സ് ബ്രെയിൻ ഡാമേജിന് കാരണമാകും. അത് കാലക്രമേണ വഷളാകുന്നതുമായിരിക്കും. പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അവ നമ്മുടെ ടിഷ്യൂകളുടെയും അവയവങ്ങളുടെയും ഘടന, പ്രവർത്തനം, നിയന്ത്രണം എന്നിവയ്ക്ക് കാരണമാകുന്നു. നീണ്ട ചങ്ങലകളിലോ ചരടുകളിലോ ഘടിപ്പിച്ചിട്ടുള്ള അമിനോ ആസിഡുകൾ എന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് കോമ്പൗണ്ട്സ് ചേർന്ന വലിയ മോളിക്യൂളാണിവ. ഈ ചരടുകൾ പിന്നീട് ഒരു 3D രൂപത്തിൽ മടങ്ങുന്നു. ഈ പ്രോട്ടീൻ ഫോൾഡിങ്സ് വളരെ പ്രധാനമാണ്. കാരണം ഓരോ പ്രോട്ടീനുകളും ഒരു നിർദ്ദിഷ്ട പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്ന ഒരു പ്രത്യേക ആകൃതിയിലാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഒരു തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അവ തെറ്റായി മടങ്ങുമ്പോഴാണ് ഒരു അബ്നോർമൽ പ്രയോൺ ഉണ്ടാകുന്നത്. ഈ മിസ്ഫോൾഡഡ് പ്രോട്ടീൻ കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായേക്കാം. സിസ്റ്റിക് ഫിബ്രോസിസ് അഥവാ ടേ സാച്ചിസ് ഡിസീസ് ഇതുമൂലമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു പ്രോട്ടീൻ മടങ്ങിക്കിടക്കുന്നത് കൊണ്ട് അതിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അവ ഒരുമിച്ച് നിൽക്കുകയും കോശങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ലിംസുകളോ പ്ലേക്കുകളോ ഉണ്ടാകുകയും ചെയ്യുന്നു.
ഇതാണ് അൽഷിമേഴ്സ്, പാർക്കിൻസൺ ഡിസീസ് തുടങ്ങിയ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന് കാരണമാകുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ദ്വാരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രയോൺസ് തലച്ചോറിനെ നശിപ്പിക്കുന്നത്. CJDയുടെ ഉത്തരവാദിത്തമുള്ള പ്രയോൺ സാധാരണ പ്രോട്ടീനുകളെ അസാധാരണമായ അവസ്ഥയിലേക്ക് മാറ്റുന്നു. അവ വളരുമ്പോൾ മസ്തിഷ്ക കോശങ്ങൾ മരിക്കാൻ കാരണമാകുന്നു. ഇത് കൂടുതൽ പ്രയോണുകൾ പുറത്തുവിടുകയും ചെയ്യുന്നു. അങ്ങനെ ബ്രെയിൻ സെല്ലുകൾ കൊല്ലപ്പെടുന്ന പ്രദേശങ്ങളിൽ തലച്ചോറിന് സ്പോഞ്ച് പോലെയാകുന്ന ദ്വാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള ക്ഷതം ഡിമെൻഷ്യ പോലുള്ള മറ്റ് ന്യൂറോളജിക്കൽ ഡിസോർഡറുകൾക്ക് സമാനമായ ലക്ഷണങ്ങൾക്കും കാരണമാകുന്നു. വേരിയന്റ് CJDയിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും ബാധിക്കുന്ന മാനസിക ലക്ഷണങ്ങൾ ആദ്യം വികസിക്കുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നാസി രോഗലക്ഷണങ്ങൾ, മന്ദഗതിയിലുള്ള സംസാരം, മരവിപ്പ്, തലകറക്കം, കാഴ്ച പ്രശ്നങ്ങൾ എന്നിവ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാലക്രമേണ രോഗി കിടക്കുന്നത് വരെ രോഗലക്ഷണങ്ങൾ വഷളാക്കുന്നു. അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ചോ ഒന്നും പൂർണ്ണമായും അറിയില്ല. രോഗം എല്ലായ്പ്പോഴും മരണത്തിലേക്കാണ് പുരോഗമിക്കുന്നത്. BSc പശുവിൽ നിന്നും പശുവിലേക്കും പശുവിൽ നിന്നും മനുഷ്യരിലേക്കും എങ്ങനെ വ്യാപിച്ചുവെന്ന് മനസ്സിലാക്കാൻ കുറച്ച് വർഷങ്ങളുടെ ഗവേഷണം വേണ്ടി വന്നു. ഒടുവിൽ 2 സാഹചര്യങ്ങളുടെയും ഉറവിടം അവരുടെ ഭക്ഷണമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ കാലത്ത് പശുക്കളെ പലപ്പോഴും മറ്റ് പശുക്കളുടെ അവശിഷ്ടങ്ങൾ കഴിക്കാൻ കൊടുത്തിരുന്നു. അതിനാൽ അവർ രോഗം ബാധിച്ച മാംസം കഴിക്കുകയാണെങ്കിൽ അവർക്ക് രോഗം ബാധിച്ചു. അങ്ങനെ 1993 UK നാഷണൽ ഹെർട്സിൻ്റെ 0.3% രോഗബാധിതരായി. ഇത് ഏറ്റവും ഉയർന്ന നിരക്കായി. എന്നാൽ ഉണ്ടെന്നറിഞ്ഞതോടെ UK ബീഫ് കയറ്റുമതിക്ക് പെട്ടെന്ന് നിരോധനം ഏർപ്പെടുത്തി. ഒരു നിശ്ചിത പ്രായത്തിലുള്ള കന്നുകാലികളെ ഭക്ഷ്യശൃംഖലയിൽ നിന്ന് നിരോധിച്ചു. കൂടാതെ അപകട സാധ്യതയുള്ള പശുക്കളെ കൊന്നു. എന്നാൽ രോഗം ബാധിച്ച മാംസം കഴിച്ചവർക്ക് മാത്രമല്ല CJD ഉണ്ടായിരുന്നത്. അതുപോലെ രോഗം ബാധിച്ച നാഡീകോശം അടങ്ങിയ ബീഫ് കഴിച്ച മനുഷ്യർക്ക് CJD ബാധിച്ചു. തുടക്കത്തിൽ മനുഷ്യർക്ക് രോഗം ബാധിച്ചിട്ടില്ലെന്ന് കരുതിയിരുന്നെങ്കിലും ഈ ഒരു സാഹചര്യത്തിലാണ് രക്തം നിരോധിക്കപ്പെട്ടത്. രക്തം സ്വീകരിച്ച ശേഷം ഒരു രോഗിക്ക് CJD ബാധിച്ച 4 കേസുകൾ UK ഉണ്ടായിരുന്നു. USA, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ രക്തദാന നിരോധനം ഏർപ്പെടുത്തി. 80കളിലും 90കളിലും UK നിരവധി മാസങ്ങൾ ചെലവഴിച്ച ആളുകളും രക്തദാനം ചെയ്യാൻ അനുവാദമില്ലായിരുന്നില്ല. ഇതൊരു തിരിച്ചടിയായി തോന്നാമെങ്കിലും CJD പകരാതിരിക്കാൻ ഇത് അനിവാര്യമായിരുന്നു. നിങ്ങൾക്കത് ഉണ്ടോ എന്ന് നിങ്ങളോട് പറയാൻ കഴിയുന്ന രക്തപരിശോധനയില്ല. സാധാരണഗതിയിൽ രോഗിയുടെ ലക്ഷണങ്ങൾ പരിഗണിച്ച് MRI പോലുള്ള ന്യൂറോളജിക്കൽ ടെസ്റ്റുകളിലൂടെ രോഗനിർണയം നടത്തുന്നു. ഇത് CJDയുടെ അസാധാരണതകൾ കാണിച്ചേക്കാം. പക്ഷേ എന്നിട്ടും അത് നിർണായകമല്ല. രോഗിയുടെ തലച്ചോറിലെ ടിഷ്യൂ വിശകലനം ചെയ്യുക മാത്രമാണ് രോഗനിർണയം സ്ഥിരീകരിക്കാനുള്ള ഏക മാർഗം. അത് അവരുടെ മരണശേഷം മാത്രമേ ചെയ്യാനാകൂ. അതിനാൽ ശാസ്ത്രജ്ഞർ പറയുന്നത് CJD ജീവനുള്ള രോഗികളിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ബാൻഡ് താൽക്കാലികമായി മാറ്റാമെന്നാണ്. പ്രയോൺ പ്രോട്ടീനുകൾ പ്രധാനമായും തലച്ചോറിൽ കാണപ്പെടുന്നതിനാൽ അവ രക്തത്തിൽ കണ്ടെത്താൻ പ്രയാസമാണ്. അതിനാൽ പ്രോട്ടീൻ മിസ്ഫോൾഡിംഗ്, സൈക്ലിക് ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ PMCA എന്ന് വിളിക്കപ്പെടുന്ന രക്തസാമ്പിളുകളിൽ പ്രയോണുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു രീതി ഗവേഷകർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ പ്രോട്ടീനുകളെ അബ്നോർമൽ അവസ്ഥയിലേക്ക് മാറ്റാനുള്ള സാംക്രമിക പ്രയോണുകളുടെ സ്വാഭാവിക പ്രവണത പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആരോഗ്യകരമായ പ്രോട്ടീനുകൾ ചെറിയ അളവിലുള്ള പകർച്ചവ്യാധി പ്രയോണുകളുമായി സംയോജിപ്പിച്ച് ശബ്ദതരംഗങ്ങളുമായി മിക്സ് ചെയ്താണ് അവർ ഇത് ചെയ്തത്. സാധാരണ തരം പ്രോട്ടീനുകളെ കണ്ടുമുട്ടാനും അണുബാധയുണ്ടാകാനും സഹായിക്കുന്ന ശബ്ദതരംഗങ്ങൾ പകർച്ചവ്യാധി പ്രയോണുകളുടെ ഭാഗങ്ങൾ തകർക്കുന്നു. ഈ രീതിയിൽ മനുഷ്യരക്ത സാമ്പിളുകളിൽ ബലം കൃത്യമായി കണ്ടെത്താനും ഇടയ്ക്കിടെയുള്ള CJD ഉൾപ്പെടെയുള്ള മറ്റ് ന്യൂറോളജിക്കൽ ഡിസോർഡറുകളിൽ നിന്ന് വേർതിരിച്ചറിയാനും ഈ രീതിക്ക് കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ മൃഗങ്ങളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവെന്നത് നമ്മുടെ ജീവിതത്തെ സ്ഥിരമായി ബാധിക്കുന്നു. മാഡ് കൗ ഡിസീസ്, പന്നിപ്പനി, പക്ഷിപ്പനി എന്നീ രോഗങ്ങൾ നമ്മളിലേക്കും പകരാം. ഇതുപോലെയുള്ള നിരവധി രോഗങ്ങൾ സംഭവിക്കുന്നത് ഈ മൃഗങ്ങളെ നമ്മൾ പരിപാലിക്കുന്ന രീതി കൊണ്ടാണ്. മൃഗങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്തുക, അത് നമ്മളെ ആരോഗ്യത്തോടെ നിലനിർത്തുക തന്നെ ചെയ്യും. പശുക്കൾക്ക് മറ്റു പശുക്കളെ ഭക്ഷണമായി കൊടുക്കുന്ന സമ്പ്രദായം അവസാനിപ്പിച്ചത് ശരിയായ ദിശയിലേക്കുള്ള ഒരു ഉറച്ച നടപടിയായിരുന്നു. പക്ഷേ ആൻറ്റിബയോട്ടിക്കുകൾ നിറഞ്ഞ പമ്പിംഗ് പോലുള്ള മറ്റ് നിരവധി മോശമായ രീതികൾ ഇപ്പോഴും അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഓട്ടോമേറ്റഡ് കറവ സംവിധാനം ലോകമെമ്പാടും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നത് ഈ ഉദ്യമത്തിൽ സഹായിക്കുന്നു. പാല് കറക്കുന്നതിന് മുമ്പ് പൂർണ്ണമായും വൃത്തിയാക്കുന്നതിനോടൊപ്പം മനുഷ്യരുടെ ഇടപെടലും ആവശ്യമില്ല.